ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നെന്തായാലും ജാനകി അനാമിക ആരാണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതും അനാമികയുടെ അച്ഛന്റെ വായിൽ നിന്ന് തന്നെയാണ് ആ സത്യം ജാനകി തിരിച്ചറിയുന്നത്. എത്രയും പെട്ടെന്ന് കിട്ടാവുന്ന അത്രയും സ്വത്തൊക്കെ അനന്തപുരിയിൽ നിന്ന് കൈക്കലാക്കിയിട്ട് അനിയെ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് അച്ഛൻ മകളോട് നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇത് നല്ല വ്യക്തമായിട്ടാണ് ജാനകി കേൾക്കുന്നത്. എന്തായാലും അനാമികയുടെ അനന്തപുരിയിലുള്ള വാസം അവസാനിച്ചു. എന്തായാലും നമുക്ക് ആ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ കാണിക്കുന്നത് അനാമിക അനിയുടെ അടുത്ത് വന്ന് ഇരിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഇത് അനി കണ്ടപ്പോ തന്നെ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഓ, എനിക്ക് പകരം നന്ദുവായിരുന്നു നിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ നീ ഒന്നുകൂടി ചേർന്നിരുന്നേനെ അല്ലേ? നീ ഇപ്പം പറഞ്ഞില്ലേ, ഇതുകൊണ്ട് തന്നെയാ ഞാൻ നിന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റത്. നീ എപ്പോ എന്റെ അടുത്ത് വന്നിരിക്കുന്നോ ആ സമയത്തൊക്കെ നീ വഴക്കുണ്ടാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. തൽക്കാലം നിന്റെ കൂടെ ഇപ്പൊ വഴക്കിടാൻ എനിക്ക് സൗകര്യമില്ല. നിനക്ക് സൗകര്യം വേണ്ടടാ, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് നീ കേട്ടേ മതിയാകൂ. ദേ അനാമികെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, പക്ഷെ വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കരുത്. ഞാൻ പറയാൻ പോകുന്നതൊക്കെ നിനക്ക് ചൂട് പിടിപ്പിക്കുന്നതാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട്. നീ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണല്ലോ ഞാൻ വിളിച്ചു പറയുന്നത്. അല്ലേലും സത്യം പറഞ്ഞാൽ ചിലർക്കൊന്നും പറ്റില്ല. ഇതാണ് നീ എന്നോട് സംസാരിക്കാൻ വന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോവാൻ നിന്നത്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി വെറുതെ വഴക്കുണ്ടാക്കാൻ നടക്കും. അതേടാ, നിന്റെ മനസ്സിൽ എനിക്കൊരു വഴക്കാളിയുടെ സ്ഥാനമാണല്ലോ. സത്യം പറഞ്ഞ ഭാര്യയാണെന്നുള്ള പദവി നീ അവക്കാണല്ലോ കൊടുത്തിരിക്കുന്നത്, ആ മൊട്ടച്ചിക്ക്. ഇതിനെ നിനക്ക് മറുപടി തരാൻ അറിയായിട്ടല്ല, പക്ഷെ നിന്നോടൊക്കെ സംസാരിക്കുന്നതിലെ ഭേദം വായടയ്ക്ക് മിണ്ടാതിരിക്കുന്നതാ. എന്തിനാ മിണ്ടാതിരിക്കുന്നത്? അവക്ക് വേണ്ടി വക്കീല് വാദിക്കുന്ന പോലെ വാദിക്കാൻ നിനക്കാവുമല്ലോ. ആവും. നല്ല ഫ്രണ്ട്ഷിപ്പ് സ്നേഹബന്ധം ഉണ്ടെങ്കിലേ അവർക്ക് വേണ്ടി വാദിക്കാൻ ഏത് ഫ്രണ്ട്സും വരും. ഇവിടെ പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലല്ലോ, നിങ്ങൾ തമ്മിൽ വഴിവിട്ട വേറെ എന്തോ ബന്ധമല്ലേ ഇടി. ഇതും പറഞ്ഞ് അനി ഇങ്ങനെ കൈ ഉയർത്താണ് അടിക്കാനിട്ടോ. ആ സമയത്ത് ഇത് കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. അനി, എന്താണ് നീ ചെയ്യുന്നത്? നീ മോളെ തല്ലുവോ? അമ്മേ, ഇവളുടെ വായിന്ന് അങ്ങനെയുള്ള സംസാരങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. പിന്നെ ഇവളെ തല്ലാതെ? ഇവളെ തല്ലാനും കൊല്ലാനും ഒക്കെ ഇവളെ നിന്റെ ആരാടാ? നീ മോളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ ഭാര്യയാണെങ്കിലും തല്ലാനും കൊല്ലാനും നീ അവളുടെ അച്ഛനും അമ്മയാണോ? അമ്മ കാര്യം അറിയാതെ വെറുതെ ഇവളെ സപ്പോർട്ട് ചെയ്യരുത്. ഇവളുടെ വായിന്ന് അത്രയും കേട്ട് നിൽക്കാൻ അറയ്ക്കുന്ന ഒരുമാതിരി സംസ്കാരം ഇല്ലാത്ത രീതിയിലെ സംസാരം ഇവളുടെ വായിന്ന് വരുന്നത്. അതെ, എന്റെ മോളുടെ വായിന്നല്ല, നിന്റെ വായിന്നാടാ വരുന്നത്. നിന്നെ ഞാൻ നല്ല പോലെയാ വളർത്തിയത്. പക്ഷെ നിന്റെ മനസ്സ് ദിവസം കൂടുന്തോറും മാറ്റിയെടുക്കാൻ ഇവിടെ കുറെ ഇനങ്ങളുണ്ടല്ലോ, വൃത്തിയിട്ട ചില ജന്തുക്കള്. അവൾമാരൊക്കെ കൂടിയാ നിന്റെ മനസ്സ് മാറ്റിയെടുത്തത്. എന്ന ഇത് കേട്ടോണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. ചെറിയമ്മായി ഇപ്പൊ ആരെക്കുറിച്ച് ഈ പറഞ്ഞത്? അപ്പൊ അനാമിക പറയുന്നുണ്ട്, എന്തിനാടി ചോദിച്ച് നാണം കിടന്ന്? നിന്നെ നിന്റെ ചേച്ചിയെ കുറിച്ച് തന്നെയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. എങ്കിലേ അത് ശരിക്കും യോജിക്കുന്നത് നിനക്കും നിന്റെ വീട്ടുകാർക്കാ. അത് നിനക്ക് നന്നായിട്ട് അറിയാം. ചെറിയമായി അതൊക്കെ അറിയാൻ സമയം എടുക്കുന്നു മാത്രം. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ കുടുംബകാരി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലേക്ക് കുടുംബത്തിൽ പെടാത്തവർ വരണ്ട. വഴി കൂടെ പോകുന്നവർക്കൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ലെന്ന അമ്മ പറഞ്ഞത് എന്ന് അനാമിക പറയാൻ കേട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നവ്യേട്ടത്തി അങ്ങനെ വഴി പോകുന്ന ഒരാളാണോ? എന്റെ ഏട്ടത്തിയാ നവ്യേട്ടത്തി. എന്തിനാടാ അങ്ങനെ പറയുന്നത്? നിന്റെ ഭാര്യയുടെ ചേച്ചിയാണെന്നും കൂടി പറ. ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി തരാം. മോൾ ഇങ്ങനെയൊന്നും പറയാതെ എന്ന് ജാനകി പറയാണ്. പിന്നെ ഞാൻ എങ്ങനെ പറയണം അമ്മേ? ഇവന് ഞാനായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇവൾമാർക്ക് ആർക്കെങ്കിലും ഇടയിൽ കയറി വന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എടി, എന്തിനാണ് നീ ഇവിടെ നോക്കി നിൽക്കുന്നത്? എന്റെ മോന്റെയും മോളുടെ ജീവിതം താറുമാറാക്കാനോ? ഏതായാലും ഇവന്റെ ജീവിതം നിങ്ങൾക്ക് കുട്ടിച്ചോറാക്കാൻ പറ്റിയല്ലോ. നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ടേടി. നീ നിന്റെ ചേച്ചിയും ആ നന്ദു എന്ന് പറയുന്നവളൊക്കെ ഓങ്ങി വെച്ചോ. നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഇല്ലെങ്കിൽ ഈ ജാനകി അനന്തപുരി വിട്ടു പോവും, നോക്കിക്കൂ. ഇത് കേട്ടപ്പോ നവ്യ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അതായിരിക്കും നല്ലത്. നോക്കാടി, ആര് ഈ വീട്ടിന്റെ വെളിയിൽ പോകുന്നത് നമുക്ക് ശരിക്കും നോക്കാം. എങ്കിൽ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം. ഒരു കാര്യം ഞാൻ അമ്മയുടെ മരുമകളോട് പറഞ്ഞു തന്നേക്കാം. നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിൽ ഞങ്ങളെ വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടപെടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞങ്ങൾ കേൾക്കാൻ ഞങ്ങളെ ഓരോന്ന് പറയുന്നത് കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അനി, നീ നിന്റെ അച്ഛനോട് കൂടി പറ, സമയം കിട്ടുമ്പോ ഇവരുടെ മരുമകളെയും കൂടി തിരുത്താൻ. ഇത് കേട്ടപ്പോ തന്നെ അനാമിക വെറുതെ ദേഷ്യം പിടിച്ച് ചെല്ലുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോ ജാനകി പിടിച്ചെത്തുന്നുണ്ട്. മോളെ, അവള് പോട്ടെ, ഇപ്പൊ അവള് തുള്ളാനുള്ളതൊക്കെ തുള്ളട്ടെ. കുറച്ചു കഴിഞ്ഞാ അവക്കെല്ലാം മനസ്സിലാകും. അതുവരെ ഉണ്ടാവും എല്ലാം. എന്നാൽ നവ്യ അവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ അനി അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ജാനകി പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിന്നോട് മോൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? അവള് പറയുന്നതൊക്കെ കേൾക്കാൻ ഒരു അമ്മായിയമ്മ ഉണ്ടല്ലോ. എന്ത് സകല തെണ്ടിത്തരത്തിന് കൂട്ടുനിന്ന് കൊടുക്കാൻ പറ്റിയ അമ്മായിയമ്മ. അപ്പൊ പിന്നെ അമ്മ തന്നെ അങ്ങ് കൂട്ടുനിന്ന് കൊടുക്ക്. ഇവള് പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ജാനകി പറയുന്നുണ്ട്, കണ്ടില്ലേ, മറ്റവള് കയറി വന്നതിന്റെ ഭവിഷ്യത്തെ ഈ കണ്ടോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്നും ഉണ്ടാവാൻ കാത്തിക്കുക അവൾമാരൊക്കെ കയറി വരാൻ. ഇതുകൊണ്ട് അമ്മയും ഞാൻ പറഞ്ഞത്, എങ്ങനെ ഇനി ഇവന്റെ കൂടെ ഞാൻ ജീവിക്കുക?
ഇവന്റെ മനസ്സ് മുഴുവനും ആ നന്ദുവാ. അവിടെ എനിക്കൊരു സ്ഥാനമില്ല അമ്മേ. മോളെ അങ്ങനെ കരുതണ്ട. അവന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിയമ്മേ. ഇതും പറഞ്ഞ് ജാനകി നേരെ പോകുന്നത് അജയന്റെ അടുത്തോട്ടാണ്. അജയ മുറിയിൽ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അജയേട്ടാ, നിങ്ങളിത് വല്ല അറിയുന്നുണ്ടോ? ഒന്നും അറിയണ്ടല്ലോ. എന്താ ജാനകി, എന്താ അടുത്ത പ്രശ്നം? അടുത്ത പ്രശ്നോ? ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കുറെ പേരുണ്ടല്ലോ. ആ ഉണ്ട്. ഇവിടെ ഇപ്പൊ മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് നീയും നിന്റെ മരുമകളെ തന്നെയാ. ആദ്യം അഭിയെയും ജലജയെയും നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോ നിന്നെയും നിന്റെ മരുമകളെ സൂക്ഷിക്കേണ്ട അവസ്ഥ വന്നിരിക്കുക. ഓ, പറഞ്ഞു തുടങ്ങിയില്ല, അപ്പോഴേക്ക് എന്നെ എന്റെ മരുമകളെയും കൂട്ടിക്കെട്ടി താഴ്ത്താൻ തുടങ്ങി നിങ്ങളൊക്കെ. ദേ ജാനകി, ഞാൻ തല പെരുത്തിരിക്കുക. ഓഫീസിലെ കുറച്ച് കണക്കും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക. നാളേക്ക് ഇത് റെഡിയാക്കി കൊടുക്കണം. നിനക്ക് പ്രധാനപ്പെട്ടതൊന്നും പറയാനില്ലെങ്കിൽ നീ എന്നെ വെറുതെ വിട്. അങ്ങനെ പറയാനില്ലായൊന്നുമില്ല. നിങ്ങളെ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കും. ശരി, നീ പറ, എന്താ പ്രശ്നം? നിങ്ങളുടെ മകൻ തന്നെയാ പ്രശ്നക്കാരൻ. എന്റെ മകൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പും നിനക്കും അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പൊ പിന്നെ എന്താ തോന്നുന്നതെന്ന് ആർക്കറിയാം. നിങ്ങൾ വളച്ചൊടുക്കി കാര്യം കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ദേ അജയേട്ടാ, ഇങ്ങനെയാണ് ഇവര് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്നെ പിന്നെ ആരും ഇവിടെ കാണാനില്ലാവില്ല. ആഹാ, അതിനിപ്പോ നീ എങ്ങോട്ടേക്കാ പോകുന്നത്? ദേ അജയേട്ടാ, ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കരുത്. പിന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നീ ഇങ്ങനെ ഭീഷണി മുഴക്കാൻ നിന്നാ ഞാൻ എന്ത് ചെയ്യാനാ? ആദ്യം നീ നിന്റെ മരുമകളെ പോയി തിരുത്ത്. അപ്പൊ ഈ വീട്ടിലെ 3/4 പ്രശ്നങ്ങളും അതവിടെ തീരും. നിനക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം അത് പോയി ചെയ്യും. ബാക്കി ഞാൻ ചെയ്തോളാം. എന്നാലും നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല അല്ലേ? അവൻ തെറ്റ് ചെയ്തെങ്കിലേ എനിക്ക് അവനെ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ ഒന്നിനും കൊള്ളാത്തവളില്ലേ ആ നയന, അവളുടെ നശിച്ച അനിയത്തിക്ക് വേണ്ടിയാ അവൻ ജീവിതം സ്പോയിൽ ചെയ്യുന്നത്. എന്റെ അനാമിക മോളെ അവനൊന്ന് സ്നേഹിക്കുന്ന പോലുമില്ല. അവര് പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങൾ എന്തായിരുന്നു? എന്നാ അതിന്റെ ഇടയ്ക്ക് ആ നന്ദു മനഃപൂർവ്വം കയറി വരിക. അതിനാര് പറഞ്ഞു അനിമോൻ അനാമികയെ സ്നേഹിച്ചിരുന്നെന്ന്? അതൊക്കെ നിങ്ങളുണ്ടാക്കിയ കഥയല്ലേ? അല്ല, നിങ്ങളല്ല, അവളുടെ വീട്ടുകാരുണ്ടാക്കിയ കഥ. അല്ലാതെ എന്റെ മോൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ആ കുട്ടിയുടെ വീട്ടുകാരും ഇടിച്ചു കയറി വന്ന് മോനെ ഫലമായിട്ട് ഈ കല്യാണത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അത് നടന്നത് എത്രയോ നന്നായെന്നാ ഞാനിപ്പോ കരുതുന്നത്. അല്ലെങ്കിൽ ആ 3ാമത് ഒരുത്തിയും കൂടി ഈ വീട്ടിലൊക്കെ എന്റെ മരുമകളായിട്ട് കയറി വന്നേനെ. അതെനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. ആ കിളവൻ അറ്റാക്ക് വന്നെന്നും പറഞ്ഞിട്ട് ഇവിടെ തച്ചനും അമ്മയും കയ്യിലെടുത്ത് വെച്ചേക്കാ. അതുകൊണ്ട് എന്താണ്, ആ ഒന്നിനും കൊള്ളാത്ത വഴി പിഴച്ചവന്മാർക്ക് ഇവിടെ കയറിക്കിടക്കാൻ ഒരു സ്ഥലം ആയല്ലോ. എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞതില് എനിക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല ചേട്ടാ. ആ കനകയുണ്ടല്ലോ, ആ നശിച്ചവളെ ഞാനൊന്ന് കാണട്ടെ. ബാക്കി ഞാൻ അവക്ക് കൊടുക്കാം. അവക്കും അയാൾക്കും കൂടി ആ 3ാമത് ഒരുത്തിനെ കൂടി ഇങ്ങോട്ട് കയറ്റി വിടണം. നാശൂലം പിടിച്ച ജന്തുക്കള്. ഇത് പറഞ്ഞപ്പോ തന്നെ ജാനകി കിട്ട് ഒരൊറ്റൊന്ന് പൊട്ടിക്കുന്നുണ്ട് അജയ്. മിണ്ടരുത്, നിർത്തിക്കോളണേനി. ഇനി മേല നയനമോളെ വീട്ടുകാരെ കുറിച്ച് മോശമായി നീ ശബ്ദിച്ച ഇതായിരിക്കില്ല എന്റെ പ്രതികരണം. നീ പോയി നിന്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടി വരും. ഈ അജയ് നിന്റെ കൂടെ ജീവിക്കാൻ ഉണ്ടാകില്ല. നമ്മളുടെ ബന്ധം നല്ലപോലെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോളണം. അവക്ക് വേണ്ടി നിങ്ങൾ എന്നെ തല്ലിയല്ലേ? പിന്നെ തല്ലാതെ അത്രയ്ക്കും കേൾക്കാൻ അറയ്ക്കുന്ന വാക്കുകളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിന്നെ തല്ലിയില്ലെങ്കിൽ നീ വളരെ മോശമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. എന്റെ മോനെ എനിക്ക് തൽക്കാലം പിന്തിരിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്റെ മോൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. നീ നിന്റെ മരുമകളെ പറഞ്ഞ് തിരുത്ത്. ഒരമ്മായിയമ്മ വന്നിരിക്കുന്നു. മരുമകൾ എന്ത് ചെയ്താലും എന്ത് കൊള്ളരുതായ്മയൊക്കെ കൂട്ടി നോടിക്കുന്ന ഒരു അമ്മായിയമ്മ. എടി, നീ ആദ്യം മനസ്സിലാക്കേണ്ടത് നീ വന്ന സാഹചര്യമാണ്. നിന്റെ മരുമകൾ അന്തസ്സായിട്ടാണ് ഈ വീട്ടിലോട്ട് കയറി വന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അവള് കുറെ പൊന്നും പടവും കൊണ്ടുവന്നതുകൊണ്ടാണല്ലോ നിനക്ക് അന്തസ് അവിടെ വന്നത്. എങ്കിൽ പിന്നെ നീ എന്തു കൊണ്ടുവന്നാ ഇങ്ങോട്ട് കയറിയത്? നിനക്കെന്ത് മണ്ണാങ്കട്ടി ഉണ്ടായിരുന്നു ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുമ്പോ? ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തതല്ലേ ഞാൻ നിന്റെ അച്ഛനും അമ്മയ്ക്കും ആ വീടും പറമ്പും കാര്യങ്ങളൊക്കെ. നയനമോളുടെ അച്ഛനും അമ്മയ്ക്കും കയറി കിടക്കാൻ നല്ലൊരു വീടുണ്ടായിരുന്നു. നിന്റെ അച്ഛനും അമ്മയ്ക്കും അതുണ്ടായിരുന്നു. വല്ലപ്പോഴെങ്കിലും അന്നത്തെ കാലത്തെ കുറിച്ചൊന്ന് ആലോചിക്ക്. ഞാൻ എന്റെ വീട്ടുകാരും നിന്നെ ഇഷ്ടപ്പെട്ട വിവാഹം കഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോ ഈ ജീവിതമില്ല. നിന്റെ വീട്ടുകാരും ഇത്ര നന്നായിട്ട് ജീവിക്കില്ല. അതേക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചോ. എന്തായാലും നീ നിന്റെ മരുമകളെ ഇടയ്ക്കുന്ന നന്നായിട്ട് വാച്ച് ചെയ്യുന്നത് നല്ലതാ. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ചോണ്ട് അജയൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോ ആകെ അങ്ങ് അപ്സെറ്റ് ആയിട്ട് പോവാണ് ജാനകി അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരയിലോട്ട് വരുന്നതാണ്. അവര് കയറി വരുമ്പോ തന്നെ ജാനകിയും അനാമികയും ഒക്കെ ഹോളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ജാനകിയെ കണ്ടപാടെ രേവതി പറയുന്നുണ്ട്, അയ്യോ ഇത് എന്തു പറ്റി ജാനകി, നിന്റെ കവളത്തൊരു പാടുപോലെ? അതെ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. തട്ടിലേന്ന് എഴുന്നേക്കുമ്പോ അവിടെ തട്ടിപ്പോയതാ. അപ്പൊ വേണു പറയുന്നുണ്ട്, ഏയ് ഇത് കണ്ടിട്ട് തട്ടിയതും പിടിച്ച പോലെ ഒന്നും തോന്നുന്നില്ല. ആരോ ഒരെണ്ണം തന്നതുപോലെ ഉണ്ട്. ആരാ ജാനകി? നിന്നെ ആരോ ശരിക്കും തല്ലിയിട്ടുണ്ടല്ലോ. ഇത് കേട്ടപ്പോ അജയൻ വരുന്നുണ്ട്. ആരായാലും നിങ്ങൾക്കെന്താ? ഓ, അപ്പൊ അജയൻ തന്നെയാണ് ജാനകിയെ തല്ലിയത്. ഇത് വളരെ മോശമാണ് കേട്ടോ. എന്റെ ഭാര്യയെ ഞാൻ തല്ലി, അതും തെറ്റ് അവളുടെ ഭാഗത്തുണ്ടായതുകൊണ്ടാ. അല്ലാതെ വെറുതെയൊന്നല്ല തല്ലിയത്. അത് ചോദിക്കാൻ മറ്റാർക്കും ഇവിടെ അവകാശമില്ല. ഓ, ഞങ്ങളങ്ങ് പറയേണ്ടത് പറഞ്ഞതാ. ഇത് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല.
അങ്ങനെ സഹിക്കാൻ പറ്റാത്തവര് അത് കണ്ടോണ്ട് നിൽക്കണ്ട. അജയേട്ടാ മിണ്ടാതിരുന്നോളാം, പറയേണ്ടതിന് മറുപടി കൊടുക്കാനിട്ടാ ഇവരൊക്കെ തലേ കയറി നിറങ്ങുന്നത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ അമ്മയും അച്ഛനെയും ആക്ഷേപിക്കുകയാണോ? അങ്ങനെയൊന്നും ചെയ്തില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്ന് നീ ഇവരോട് പറഞ്ഞേക്ക്. അച്ഛനും അമ്മയും വന്നേ. ഇതും പറഞ്ഞ് അനാമിക ദേഷ്യം പിടിച്ച് അവരെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ചെല്ലടി, നിന്റെ മരുമകളും മരുമകളുടെ അച്ഛനും അമ്മയാ പോയിരിക്കുന്നത്, അവർക്കിനി വെള്ളം എടുത്തു കൊടുക്ക്, തലയിലെടുത്ത് വെക്ക് നീ എന്നും പറഞ്ഞ് അജയൻ അവിടുന്ന് ദേഷ്യം പിടിച്ച് പോവാണ്. ഷോ, ഈ മനുഷ്യൻ മാത്രം എന്താ ഇങ്ങനെ? ഭാര്യയുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരുടെ കൂടെയാ എന്റെ ഭർത്താവ് നിൽക്കുന്നത്. ഷേ, ഓക്കെ, ഇനി അതൊക്കെ കാണിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്നതാണ്. മോളെ, സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനാ ഇന്ന് ഞാനും രേവതി ഇങ്ങോട്ട് വന്നത്. ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ നീയും ഞങ്ങളുടെ കൂടെ വേണം. അതെന്തിനാ അച്ഛാ? അതൊക്കെ ഉണ്ട്. നിനക്ക് നിന്റെ അച്ഛനും അമ്മയും കൂടെ വരണമെന്ന് നീ പറയണം. അനിയുടെ കൂടെയുള്ള ജീവിതം നീ മതിയാക്കിയെന്നും പറയണം. അതെങ്ങനെ ശരിയാവും? നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ലല്ലോ. കിട്ടേണ്ടതൊക്കെ കിട്ടും, അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അവന്റെ കൂടെയുള്ള ജീവിതം മതിയാക്കി ഇന്ന് ഞങ്ങളുടെ കൂടെ വരാൻ ഒരുങ്ങണം. അമ്മേ, ഈ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അതേ മോളെ, ഞങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ചതാ. ഇന്ന് ഇത് നടന്നില്ലെങ്കിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അധിക നേരം ഇവിടെ നിൽക്കുന്നില്ല, എത്രയും പെട്ടെന്ന് പോവാനുള്ള ഒരുക്കം തയ്യാറെടുക്കണം. ഓക്കെ, ആ സമയത്താണ് ജാനകി അവരുടെ അടുത്തോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ തന്നെ വേണു പറയുന്നുണ്ട്, അതെ മോൾ, ആദ്യം ചെയ്യേണ്ടത് അവനുമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള വഴി ഒരുക്കാന്നുള്ളതാണ്. അത് ആദ്യം ചെയ്യണം. അതിന് മോൾ നമ്മളുടെ കൂടെ വന്നേ പറ്റൂ. അവന്റെ ജീവിതം താറുമാറാകുന്ന കാണുമ്പോൾ ഇവിടെ എല്ലാവരും പിന്നെ നിങ്ങളൊക്കെ മാറി താമസിക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കും എന്ന് ഇത് കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ മോളെ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അനിയെ ഡിവോഴ്സ് ചെയ്താലോ? പിന്നെ എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം, എന്റെ മോള് സ്വപ്നം കണ്ട പോലെ ലക്ഷറി ആയിട്ടുള്ളൊരു ജീവിതം അതാ വേണ്ടത്. അല്ലാതെ ഈ കിഴങ്ങിന്റെ കൂടെ എത്ര കാലം എന്ന് വെച്ചിട്ടാ മറ്റൊരുത്തിയെ മനസ്സിൽ കൊണ്ടിട്ട് അടക്കുമ്പോൾ ജീവിക്കുക? എന്റെ മോളെ കൊണ്ട് അതിന് പറ്റുമോ? നീ അവനധികം കുറ്റപ്പെടുത്തൊന്നും വേണ്ട. നിന്റെ മോളുടെ മനസ്സിലും മറ്റൊരു പയ്യനില്ലേ? എന്നാൽ ഇത് കേട്ടപ്പോ മറ്റാരെയെ കുറിച്ച് സംസാരിക്കുകയാണെന്നുള്ള മട്ടില് ജാനകി അവിടെ നിന്ന് നിന്ന് പോവാണ് കേട്ടോ. എന്റെ മോളെ, അനിയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് നിനക്ക് അവനെ കിട്ടാ വരുണ്ണെ. എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ വരുണിന്റെ വീട്ടിലോട്ട് നമുക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ കയറി ചെല്ലാലോ. വരുണിന്റെ വീട്ടുകാരൊക്കെ നമ്മൾ വലിയ കൊമ്പത്തെ പണക്കാരാണെന്നാ കരുതി വെച്ചേക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് മാറി താമസിക്കണം, അല്ലെങ്കിൽ പിന്നെ മോളുടെ 2ാം വിവാഹമാണ് ഇതെന്ന് വരുണിന്റെ വീട്ടുകാരറിയും. എന്തൊക്കെയാ ഇവര് സംസാരിക്കുന്നത് എന്ന മട്ടില് ജാനകി ആകെ തളർന്നില്ലാതായി പോയ രീതിയിൽ അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. വരുൺ എന്തായാലും അറിയാലോ മോൾ ഇവിടെ കിടന്ന് നാടകം കളിക്കുന്നത്. എന്തായാലും അവരെങ്കിലും സത്യം അറിയാവുന്നത് നന്നായി. ഇല്ലെങ്കിൽ പിന്നെ വരുൺ മോന് സത്യം അറിഞ്ഞേനെ. ഹോ, അപ്പൊ പിന്നെ നമ്മൾ ഉരുകിയാകെ തീർന്നേനെ. ദേ മോളെ, അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടല്ലോ. ഇല്ല അമ്മേ, ഒക്കെ ഞാൻ കണ്ടറിഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്. ശരി അമ്മേ, എന്നാലേ ഞാനും അച്ഛനും സമയം വൈകിക്കുന്നില്ല, താഴോട്ട് പോട്ടെ. അപ്പൊ തന്നെ ജാനകി അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയം വേണുവും രേവതിയും താഴേക്ക് ഇറങ്ങാണ്. അനാമിക സന്തോഷിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ജാനകിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ജാനകി നേരെ അനാമികയുടെ മുറിയിലോട്ട് ചെന്നിട്ട് ദേഷ്യം പിടിച്ച് തുറിച്ചുകൊണ്ട് അനാമികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അനാമിക ആകെ ഞെട്ടിപ്പോവാണ്. അമ്മയെല്ലാം കേട്ടോ എന്നുള്ള മട്ടില് അനാമികയെ നോക്കുന്നുണ്ട്. അനാമിക പറഞ്ഞിങ്ങനെ തുടങ്ങാൻ നിൽക്കുന്ന സമയം തന്നെ ജാനകി അനാമികയുടെ കരണ നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഒന്നല്ലാട്ടോ, 1-2 തിരിച്ചു മറിച്ചും പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പ്രത്യേകം നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.